തെരഞ്ഞെടുപ്പ് കാലത്തെ ഓർമ്മകൾ പങ്കുവച്ച മുൻ എം.എൽ.എയും CPM നേതാവുമായ പിരപ്പൻകോട് മുരളി ONV കുറുപ്പുമായുള്ള ആത്മബന്ധവും പിരപ്പൻകോട് മുരളി പറയുന്നു. ഇന്ന് രാഷ്ട്രീയത്തിൽ വ്യക്തിമര്യാദയും സ്വജനമര്യാദയും ഇല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വാഗതം വോട്ടോർമയിലേക്ക്. ഇന്ന് വോട്ടോർമയിൽ നമ്മോടൊപ്പമുള്ളത് പിരപ്പൻകോട് മുരളിയാണ്. ഒരു വലിയ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. തെരഞ്ഞെടുപ്പ് വലിയ രാഷ്ട്രീയ ചർച്ചയായി നിൽക്കുന്ന ഒരു സമയമാണ്. ആ ഘട്ടത്തിൽ എങ്ങനെ ഓർത്തെടുക്കുന്നു അന്നത്തെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗമൊക്കെ? വ്യക്തിപരമായി പറഞ്ഞാൽ ഞാൻ വോട്ട് ചെയ്യുന്നത് 1965-ലാണ്. അന്ന് 21 വയസ്സായിരുന്നു വോട്ടറുടെ പ്രായം. എനിക്ക് 64-ലാണ് 21 വയസ്സ് പൂർത്തിയായത്. അതിനുശേഷം ഇന്ന് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭിന്നിച്ച കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പാണ്, ഇടക്കാല തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിലാണ് ഞാൻ വോട്ട് ചെയ്തത്. അന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ കല്ലറ വാസ്തവമുള്ള ജയിലിലായിരുന്നു. അപ്പോൾ ആ ഇലക്ഷൻ മുഴുവൻ നടത്തിയത് യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന ഞാനാണ്. അതായത് ക്യാമ്പയിനറും അതേപോലെ സെക്രട്ടറിയും അതേപോലെ തന്നെ ചീഫ് ഇലക്ഷൻ ഏജൻറ്റും ഒക്കെ ആയിട്ടാണ് ഞാനന്ന് പ്രവർത്തിച്ചത്. പക്ഷേ എൻ്റെ വോട്ടോർമ്മ ആരംഭിക്കുന്നത് എൻ്റെ 10ാമത്തെ വയസ്സിൽ ആദ്യത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലാണ്. ആ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നയിച്ചത് പിരപ്പൻകോട് ശ്രീധരൻ നായർ എന്ന് പറയുന്ന ഞങ്ങളുടെ നാട്ടിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരാളായിരുന്ന ആളാണ്. പക്ഷേ എൻ്റെ തിരഞ്ഞെടുപ്പ് ഓർമ്മയിൽ ഏറ്റവും അധികം തെളിഞ്ഞു നിൽക്കുന്നത് 1962-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി MK കുമാരനായിരുന്നു. കേരളമോദിയുടെ സഹപത്രാധിപരായിരുന്ന MK കുമാരൻ. അപ്പോൾ അന്ന് അവിടെ സ്ഥാനാർത്ഥിയായി മറ്റൊരാളുണ്ടായിരുന്നു, പ്രശസ്തനായ K ബാലകൃഷ്ണൻ. RSPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. അപ്പോൾ ഞങ്ങൾ അന്ന് ഒരുപാട് ചെറുപ്പക്കാർ പിരപ്പൻകോട്ട് ഒരു നീന്തൽ ക്ലബ്ബുണ്ടായിരുന്നു, ഡോൾഫിൻ ക്ലബ്ബ്. N പരമേശ്വരൻ നായരും M സോമശേഖരൻ നായരും ഒക്കെ നേതൃത്വം കൊടുത്തുകൊണ്ടായിരുന്നു ആ ക്ലബ്ബ് പ്രവർത്തിച്ചത്. അപ്പോൾ ഞങ്ങളൊക്കെ അന്ന് നല്ല നീന്തൽ വിദഗ്ധരായിരുന്നു. ഞാൻ ജൂനിയർ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. അപ്പോൾ സ്ഥാനാർത്ഥിയായപ്പോൾ അദ്ദേഹം ഈ ഡോൾഫിൻ ക്ലബ്ബിലെ ചെറുപ്പക്കാരെ മുഴുവൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരാക്കാൻ ഒരു ശ്രമം നടത്തി. അത് RSP ആയിക്കൊണ്ടൊന്നുമല്ല, K ബാലകൃഷ്ണൻ്റെ വേണ്ടി വോട്ട് പിടിക്കുക. അപ്പോൾ അങ്ങനെ ഒരു യോഗം പരമേശ്വരൻ നായരെ വീട്ടിൽ രാത്രി വിളിച്ചു. അപ്പോൾ ഞാനും ആ യോഗത്തിൽ പങ്കെടുക്കാൻ നിർബന്ധിതരായി. അപ്പോൾ K ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് എന്നെ സഹായിക്കണം, നിങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് ഞാനാണ് എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ മധുരമായ ഭാഷയിൽ സംസാരിച്ചു. അപ്പോൾ ആർക്കെങ്കിലും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രവർത്തിക്കില്ല, ഞാൻ കമ്മ്യൂണിസ്റ്റാണ്, എൻ്റെ സ്ഥാനാർത്ഥി MK കുമാരനാണ്, അതുകൊണ്ട് ഞാൻ ഈ യോഗത്തിൽ നിന്ന് പുറത്തു പോകുന്നു എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് വാക്കൗട്ട് ചെയ്യാൻ നടത്തിയപ്പോൾ K ബാലകൃഷ്ണനെ തടഞ്ഞെടുത്ത് വെച്ചു. താനവിടെ ഇരിക്കൂ, താനെന്തായാലും ഇത്രയും ധീരമായ അഭിപ്രായം പറഞ്ഞാൽ എനിക്ക് സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ആ അനുഭവത്തിൽ ഈ MK കുമാരനാണ് ആ തിരഞ്ഞെടുപ്പ് ജയിച്ചത് ചെറിയ. പക്ഷേ K ബാലകൃഷ്ണൻ എന്നോട് ശത്രുത പ്രഖ്യാപിക്കുകയല്ല, അതിനുശേഷം എന്നെ കൂടുതൽ സന്തോഷിപ്പിക്കുകയും എന്നെ കൂടുതൽ സ്നേഹിക്കുകയൊക്കെ ചെയ്യുകയാണ്. ഞാനന്ന് യൂണിവേഴ്സിറ്റി കോളേജ് വിദ്യാർത്ഥിയാണ്. ONV കുറുപ്പ് സാറിനോട് പറഞ്ഞു, തൻ്റെ ഒരു വിദ്യാർത്ഥിയെ ഞാൻ കണ്ടിരുന്നു, പിരപ്പൻകോട്ടാണ്, മുരളി എന്നാണ് പേര്, അയാൾ പക്ഷേ മിടുക്കനാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സാറും ഞാനും കൂടി ഒരു ദിവസം K ബാലകൃഷ്ണനെ കാണാൻ പോയൊരവസരമൊക്കെ ഉണ്ട്. അതാണ് എൻ്റെ ഒരു ഓർമ്മയിൽ ഏറ്റവും വലിയ പ്രധാനമായി നിൽക്കുന്നത്. സ്വന്തമായി സ്ഥാനാർത്ഥിയായ സമയം വാഹനോർത്തടക്കം സ്ഥാനാർത്ഥിയായപ്പോൾ രസകരമായി മുമ്പ് അതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഞാൻ 2-3 കാര്യങ്ങളാണ് ഇപ്പോൾ ആ കാലത്ത് ഞാൻ കേരളത്തിലെ മാതൃഭൂമിയിലൊക്കെ എഴുതിയിരുന്നൊരു സംഗതിയുണ്ട്. ഞാൻ 96-ലാണ് സ്ഥാനാർത്ഥിയാവുന്നത്. ഞാൻ വാസ്തവത്തിൽ സ്ഥാനാർത്ഥിയാവാൻ ആഗ്രഹിച്ച ആളല്ല. ഞാൻ ഒരു തമാശയ്ക്ക് വേണ്ടി പറയുന്നതല്ല, കാരണം ഒരു MLA ആവാൻ വേണ്ടി പാർട്ടി വന്നവനല്ല ഞാൻ. അപ്പോൾ ഞാൻ നിർദ്ദേശിച്ച ആൾ ഗീനാകുമാരിയായിരുന്നു. അപ്പോൾ അവർക്കൊന്നും അന്ന് SFIയുടെ നേതാവായിരുന്നു ഗീന. ഇത് അവർ പബ്ലിക് പ്രോസിക്യൂട്ടർ മറ്റാണ്. പക്ഷെ അവരൊന്ന് യഥാർത്ഥത്തിൽ പ്രായം തികയാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ സ്ഥാനാർത്ഥിയാവേണ്ടി വന്നത്.
പിന്നെ മാത്രമല്ല PS എന്നെ നിർബന്ധിച്ചു സ്ഥാനാർത്ഥിയാവാൻ. PS പറഞ്ഞു ഈ താൻ വലിയ കൊമ്പത്തൊന്നും കൊണ്ട നിയമസഭയിൽ കൂടെ മത്സരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഈ കടകംപള്ളി സുരേന്ദ്രനും വിജയകുമാറും ഒക്കെ നിർബന്ധിച്ച് സത്യനേശൻ അവരൊക്കെ നിർബന്ധിച്ച് സ്ഥാനാർത്ഥിയാതാണ്. പക്ഷേ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി പാർട്ടിയിലുണ്ടായിരുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ അത് ശ്രമിക്കുകയും ചെയ്തു. അന്നാണ് വെഞ്ഞാറമൂട് പാർട്ടി കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു സമാന്തര കമ്മിറ്റിയാണ്. ജില്ലാ കമ്മിറ്റിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നയത്തെ തോൽപ്പിക്കുക എന്ന് മാത്രം ജോലിയുള്ള ആളുകളായിരുന്നു. പക്ഷേ ഞാൻ സ്ഥാനാർത്ഥിയായപ്പോൾ എൻ്റെ ഏറ്റവും രസകരമായ ഒരു അനുഭവം ഈ കളമച്ചൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് വാമനൂർ പഞ്ചായത്തിലാണ്. അവിടെ ഒരു വീട്ടിൽ ചെന്ന് അപ്പോൾ വോട്ട് ചോദിച്ചു. എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ വോട്ട് ചെയ്യില്ല. അപ്പോൾ ഞാൻ അയാളത്തെ വിളിച്ച് ചോദിച്ചു എന്താ വോട്ട് ചെയ്യാനൊക്കെ. വോട്ട് ചെയ്യില്ല എന്ന് പറയാൻ കാരണം എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലല്ലേ ഇങ്ങനെ വോട്ട് ചെയ്യില്ല എന്ന് പറയൂ. അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഭരണസമിതി അംഗമായിരുന്നു. അപ്പോൾ ഈ ലൈബ്രറിയന്മാരുടെ ഒരു തിരഞ്ഞെടുപ്പുണ്ട്, അവരൊരു ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ചെയർമാനായിരുന്നു. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചു, കൃതികൾ മനുഷ്യ കഥാനുകായികൾ ഇത് ആരെഴുതിയതാണെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ MA കാരനാണ്. ആ പറഞ്ഞു എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ആശാൻ്റെ ഏത് കൃതിയാണ് പഠിച്ചത്? ആ ലീലയാണ്. അപ്പോൾ ലീല പഠിച്ചിട്ടും ഈ വരികൾ മനസ്സിലായില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ലീല കണ്ടിട്ടില്ല, ലീലയെക്കുറിച്ചുള്ള കട്ടപ്പറമ്പിൽ ഗോവിന്ദനാഥ സാറിൻ്റെ ഗൈഡാണ് പഠിച്ചത്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ വരി അറിയില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു മനഃപൂർവ്വം നിങ്ങൾക്ക് അഡ്മിഷൻ ഞാൻ നിഷേധിക്കുകയാണ്, അഡ്മിഷൻ തരാൻ ബാക്കി എന്തെല്ലാം കഴിവുണ്ടെങ്കിലും സാധ്യമല്ല എന്ന് പറഞ്ഞു. അതയാൾ എന്നെ ഓർമ്മിപ്പിച്ചു. ഇത് വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചത് ഗ്രന്ഥശാല സംഘത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സന്തോഷം. ആശാനെ കൃതികൾ മനുഷ്യ കഥാനുകാരികൾ എന്ന വരി അറിയാത്തവൻ MA കാരനായതുകൊണ്ട് തനിക്ക് അഡ്മിഷൻ തരാത്തതിൽ എനിക്ക് ഒരു വിഷമമില്ല, തൻ്റെ വോട്ടും എനിക്ക് ആവശ്യമില്ല. ആ സമയത്തൊക്കെ പ്രധാനമായി ഇപ്പം നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആരോപണങ്ങളാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ആ സമയത്തൊക്കെ. അല്ല അത് പക്ഷേ കുറേ കൂടെ സ്റ്റാൻഡേർഡുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ വ്യക്തിപരമായിട്ട് ആരെയും അത് നിക്ഷേപിക്കാൻ തയ്യാറാവില്ല. പൊതുപ്രശ്നങ്ങൾ എടുത്തിട്ടാണ്. കാരണം ഇന്നത്തേതുപോലെ ഒരു അധപ്പതിച്ച കാലമല്ലല്ലോ. അപ്പോൾ ആ തരത്തിലൊക്കെയാണ് നമ്മൾ കൈകാര്യം ചെയ്തത്. ഇനിയിപ്പോൾ വലിയ രീതിയിൽ സാമ്പത്തികം ഒഴുകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായിട്ടും രാജ്യത്തും സംസ്ഥാനത്തും ഒക്കെ തന്നെ പണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അന്ന് അത്തരത്തിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടായിട്ട് അങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? പണം കിട്ടാത്തൊരു പ്രതിസന്ധിയൊക്കെ? അല്ല, അന്ന് ഈ പ്രവർത്തകർക്ക് പണം കൊടുക്കുന്നൊരു സമ്പ്രദായം ഞങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടായിരുന്നില്ല. ആ കാലത്ത് ഇടതുപക്ഷത്തിലുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം എനിക്കറിയാം 77 തെരഞ്ഞെടുപ്പിൽ തിരുവിതാംകൂറിൽ ആകെ ജയിച്ചത് വാമനപുരം മണ്ഡലത്തിൽ മാത്രമാണ്. അന്ന് ഞങ്ങളുടെ മണ്ഡലത്തിൽ ആകെ ചിലവത്തുള്ളത് 37,000 രൂപയാണ്. ഇന്നിപ്പോൾ ആലോചിക്കാൻ പറ്റുമോ ഒരു ബൂത്തിൽ എത്രയാണ് ചിലവാക്കുന്നത്? ഒരു കാലത്ത് ഈ രാഷ്ട്രീയ നേതാക്കൾ പൊതുവെ സംസാരിക്കുമ്പോൾ നമ്മൾ അന്തർദേശീയ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ സാർവദേശീയമൊക്കെ സംസാരിച്ചാണ് ഇങ്ങോട്ട് പോരുക. ഇപ്പോൾ അങ്ങയുടെ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണോ? സാർവദേശീയ വിഷയങ്ങളൊക്കെ സംസാരിച്ച ശേഷമായിരുന്നോ? അല്ല, പ്രാദേശിക വിഷയങ്ങൾക്കായിരിക്കും കൂടുതൽ. ഞാൻ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന കാലത്ത് അങ്ങനെയല്ല. അതിന് മുമ്പൊക്കെ ഞാൻ അടക്കം സോവിയറ്റ് റഷ്യയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ചങ്ങമ്പുഴയുടെ പാടുന്ന പിശാച് എന്ന് പറഞ്ഞ ഒരു ആത്മകഥാപരമായ ഒരു ഖണ്ഡകാവ്യമുണ്ട്. അതിനകത്ത് വളരെ രസകരമായിട്ട് ഒരാളിങ്ങനെ ഓടുകയാണ്. അപ്പോൾ അയാളത് ചോദിക്കുകയാണ് എന്താ ഓടുന്നതെന്ന് വെച്ചു. കുട്ടിക്ക് വിരയിളക്കാണ്. അപ്പോൾ പറഞ്ഞു റഷ്യ വിരയിളക്കാനില്ല. അപ്പോൾ റഷ്യയാണ് അന്നത്തെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ റഷ്യ വിരയിളക്കമില്ല. റഷ്യയിൽ ഒരു കുഞ്ഞ്, അത് നമ്മുടെ അരവിന്ദൻ്റെ ഒരിടത്ത് തോന്നിയൊരു സിനിമയുണ്ടല്ലോ, അതിനകത്ത് ഒരു നാട്ടിൻപുറത്ത് പിന്നെ ആദ്യമായി കറണ്ടെത്തുമ്പോൾ അവിടെ ഒരു തയ്യക്കാരൻ എന്ന് പറയുന്നൊരു വാചകമുണ്ട്. റഷ്യയിലാണെങ്കിൽ ഇത് ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു കുഞ്ഞും ജനിക്കുമ്പോൾ എത്ര യൂണിറ്റ് കറണ്ട് വേണമെന്ന് അവിടെ തീരുമാനിച്ചിരിക്കും. കാരണം ഈ പഞ്ചവത്സര പദ്ധതിയാണ് അയാൾ ഉദ്ദേശിച്ചത്. കാരണം
പ്ലാൻലെസ് സൊസൈറ്റിയല്ലേ, പ്ലാൻ ചെയ്തൊരു സൊസൈറ്റിയല്ലേ. അപ്പോൾ അവിടെ എത്ര ജനമുണ്ടോ, അവർക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിരിക്കും എന്ന് പറയുന്നതിന് പകരം ആ സാർവദേശീയ ബോധമാണ് കമ്മ്യൂണിസ്റ്റുകാരിലുള്ളത്. അപ്പോൾ ഈ തയ്യക്കാരൻ നമ്മുടെ കൃഷ്ണൻകുട്ടിക്കാരാണ് ആ റോൾ അഭിനയിക്കുന്നത്. അപ്പോൾ അയാൾ പറയുന്നത് റഷ്യയിലാണെങ്കിൽ ബുദ്ധിമുട്ടൊന്നുമില്ല, എത്ര ആൾ ജനിച്ചു, എത്ര കറണ്ട് വേണം ആ കുട്ടിക്ക്, അപ്പോൾ കുട്ടിക്ക് വിരയിളകാതിരിക്കാനുള്ള ഏർപ്പാടെല്ലാം ഉണ്ടാക്കുമെന്നാണ് ചങ്ങമ്പുഴ പറയുന്നത്. അപ്പോൾ അതൊരു പഴയ കമ്മ്യൂണിസ്റ്റ്, അതായത് ക്രൂഷ്ചേവിൻ്റെ 20ാം പാർട്ടി കോൺഗ്രസ് റിപ്പോർട്ടോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ നൊബിലിറ്റിയും തകർന്നു, എല്ലാ വിശ്വാസ്യതയും തകർന്നു, എല്ലാ സാർവദേശീയതയും തകർന്നു. പിന്നെ പാർട്ടി നയം മാറിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് എഴുത്തുകാരും അവരുടെ മനസ്സ് മാറ്റി. ആ മനസ്സ് മാറ്റിയതിൻ്റെ ഫലമാണ് അവർ വർഗസമര സിദ്ധാന്തത്തിൽ നിന്ന് അവർ സാർവലൗകികമായ പിന്നെ എല്ലാവരെയും ഒരുപോലെ കണക്കാക്കാൻ കഴിയുന്നൊരവസ്ഥ വന്നു. ഉള്ളവനും ഇല്ലാത്തവനും ഒരുപോലെയാണെന്ന് വർഗമൂലധന സിദ്ധാന്തമായി. വർഗമൂലധന സിദ്ധാന്തമായി. പിന്നെ ഓരോരുത്തരും മൂലധന അധിപന്മാരായി. പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു പൈസ ഉണ്ടാക്കിയാൽ ആ പൈസയുടെ കണക്ക് വയ്ക്കണം. ഇപ്പോൾ എൻ്റെ കുടുംബസ്വത്ത് എത്രയാണ്, എൻ്റെ പൊതുപ്രവർത്തനം കൊണ്ട് ഞാൻ ആർജിച്ച് വെച്ച സ്വത്തെന്താണ്, ഇതൊക്കെ പാർട്ടി റിപ്പോർട്ട് ചെയ്യണം. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല. ഇപ്പോൾ പാർട്ടിയിലെ ഓരോരുത്തരുടെയും ഒരു അവസ്ഥയെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വലിയ ആവേശത്തിൽ തന്നെയാണ് നാം എല്ലാവരും. ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളൊപ്പം തന്നെ അന്നത്തെ അനുഭവങ്ങൾ, രസങ്ങളെല്ലാം തന്നെയാണ് പിരപ്പൻകോട് മുരളി നമ്മളോട് പങ്കുവച്ചത്. വളരെയധികം നന്ദി.